ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ നമ്മുടെ ശ്രുതി അല്ല മാല മോഷ്ടിച്ചെന്നുള്ള സത്യം എല്ലാവർക്കും മനസ്സിലാവാണ്. ശ്രുതിയുടെ അഞ്ജലി സോറിയൊക്കെ പറയുന്നുണ്ട്. ശ്രുതി അത് പിന്നെ മൈൻഡിൽ എടുക്കുന്നില്ലേക്കാണ് മനോരമ ആൻറ്റിക്ക് മാത്രമാണല്ലോ സംശയമുള്ളത്. അതിനുശേഷം പതിവ് പോലെ ശ്രുതി പണി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്താണ് അശ്വിനായിട്ട് കൂട്ടിമുട്ടുന്നത് കേട്ടോ. അതിനുശേഷം അശ്വിൻ ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്കും അങ്ങനെ കേട്ടോ. സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേരും പ്രണയത്തിൽ ഇന്ന് മുതൽ ആയി കേട്ടോ. ഈ നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡിലെല്ലാം തന്നെ ഇവരുടെ കണ്ണുകളിൽ എപ്പോഴും പ്രണയമുണ്ട്. ഇവർ എപ്പോഴും ഒരു പരസ്പരം കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങളാണ് നാളെ കാണാൻ പോണത്. അങ്ങനെ ശ്രുതിയും അശ്വിനും പരിസരം മറന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് തന്നെ ശ്രുതി സർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം തന്നെ പോകുവാണ്. അങ്ങനെ രാത്രി ശ്രുതി അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. അശ്വിനും അതുപോലെ തന്നെയാണ് ശ്രുതി ആയിട്ട് മറിഞ്ഞു വീണതും ശ്രുതിയെ നോക്കിക്കൊണ്ടിരുന്നതും ശ്രുതിയുടെ കണ്ണുകളൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിട്ട്. അങ്ങനെയൊക്കെ ആലോചിക്കുന്ന സമയത്ത് അശ്വിനും ശ്രുതിക്കും പരസ്പരം ഇങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ട്. പിറ്റേ ദിവസം ജോലിക്ക് വരുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു മടിയൊക്കെ ആയിക്കോട്ടെ അശ്വിന്റെ മുഖത്ത് നോക്കാനായിട്ടൊക്കെ. ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് അതിനുശേഷം ശ്രുതി അവിടെ വന്നത് എന്തിനാണ്, ലാവണ്യനെ നല്ലൊരു മരുമകളാക്കണം, വീട്ടിൽ എങ്ങനെയാണ് അച്ചടക്കമൊക്കെ പാലിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാവണ്യടുത്ത് പറയും, ലാവണ്യ മാഡം എന്തൊക്കെ പറഞ്ഞു വന്നാലും അശ്വിൻ സാറിനെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ അത് നടക്കില്ല. കാർട്ടൂൺ ബേബി ശ്രുതി, സോറി ശ്രുതി, ഞങ്ങൾ എൻ്റെ ഒരു ലിവിങ് ടുഗദർ ആവാൻ വേണ്ടി പോവാ മാഡം, അങ്ങനെയൊന്നും പറയല്ലേ. കുറച്ച് നാൾ കഴിഞ്ഞാൽ മാഡം വയസ്സായി കഴിഞ്ഞാൽ മാഡത്തിനെ പിന്നെ ആർക്കും വേണ്ടതാവും. ചിലപ്പോൾ ഈ അശ്വിൻ സാറ് പോലും മാഡത്തിന് മൈൻഡ് ചെയ്യാണ്ടാവും. ഒന്ന് ആലോചിച്ച് ചോദിക്കേ, ചിലപ്പോൾ അശ്വിൻ സാർ വേറെ കല്യാണം കഴിച്ചാലോ, ലിവിങ് ടുഗദർ ആകുമ്പോൾ അശ്വിൻ സാറിന് വേറെ കല്യാണമൊക്കെ കഴിക്കാലോ. അപ്പോഴേക്കും നമ്മുടെ ലാവണ്യ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ലാവണ്യ വയസ്സാകുമ്പോഴേക്കും അശ്വിൻ 2 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. അത് ആലോചിക്കുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ നോ, ഒരിക്കലും ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ. അതിന് എന്ത് ചെയ്യണം, കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട്, ഒരിക്കലും മാഡത്തിനെ വിട്ട് വേറൊരു ബന്ധത്തിലും പോകില്ല. അത് നിയമപ്രകാരം തെറ്റാണ് എന്ന് പറയുവാണ്. അതേലേ, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, എന്തായാലും കല്യാണത്തിന് സമ്മതിപ്പിക്കാം അശ്വിൻ സാറിനെ കൊണ്ടിട്ട് എന്നിങ്ങനെ പറയാണ്ട്. നല്ല നല്ല ഭാഗങ്ങൾ, റൊമാൻറ്റിക് ഭാഗങ്ങളും അതിനിടക്ക് വരും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.